ഗിദെയോൻ കർത്താവിന് ഒരു ബലിപീഠം പണിതു. അതിന് യാഹ്വേ ഷലോം എന്ന് പേരിട്ടു. ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായം 24-ാം വാക്യം. കർത്താവായ യേശുവിൽ എനിക്ക് എത്രയും പ്രിയപ്പെട്ടവരെ, പ്രൈസ് ദി ലോർഡ്. നിങ്ങളെല്ലാവരും വലിയ ദൈവസാന്നിധ്യത്തിനകത്താണ്. കർത്താവിന് മഹത്വം. പ്രിയപ്പെട്ടവരെ, എൻ്റെ ദൈവത്തിൻ്റെ പേര് എന്ന നമ്മുടെ സീരീസിൻ്റെ അടുത്ത എപ്പിസോഡിലേക്ക് യേശുവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, ചില വലിയ ദൈവിക രഹസ്യങ്ങൾ നിങ്ങളോട് പങ്കുവയ്ക്കുന്ന സമയമാണിത്. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ബുദ്ധിയെ ഉണർത്തുന്ന സമയമാണ്. ദൈവിക വെളിപ്പാടുകൾ നിങ്ങളുടെ മനസ്സിനകത്തേക്ക്, ഓർമ്മയുടെ തലങ്ങളിലേക്ക് കർത്താവ് ചൊരിയുന്ന സമയമാണ്. അതുകൊണ്ട് നിങ്ങളുടെ ശ്രദ്ധ വിട്ടുപോകാതിരിക്കുവാൻ ശ്രദ്ധിക്കുക. സാധിക്കുമെന്നുണ്ടെങ്കിൽ ഒരു ഹെഡ്സെറ്റൊക്കെ വെച്ച് സമാധാനത്തിൽ ഒന്ന് ശാന്തമായിട്ടിരിക്കെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടുന്ന സമയമാണ്. ഇന്നത്തെ നമ്മുടെ ദൈവത്തിൻ്റെ പേര് എന്താണെന്ന് ഞാൻ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട്. വചനം ഇതാണ്. ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായം അതിൻ്റെ 24-ാം വാക്യം. വചനം ഇങ്ങനെയാണ്: ഗിദെയോൻ കർത്താവിന് ഒരു ബലിപീഠം പണിതു. അതിന് യാഹ്വേ ഷലോം എന്ന് പേരിട്ടു. ആമേൻ. യാഹ്വേ ഷലോം എന്ന വാക്കിൻ്റെ അർത്ഥം നമുക്ക് എല്ലാവർക്കും അറിയാം, ദൈവം സമാധാനം. യാഹ്വേ എന്ന വാക്കിൻ്റെ അർത്ഥം അറിയാം നമുക്ക്. നമ്മുടെ ദൈവത്തിൻ്റെ പേരാണ് യാഹ്വേ എന്നത്. ഷലോം എന്ന് വെച്ച് കഴിഞ്ഞാൽ സമാധാനം. യാഹ്വേ ഷലോം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവം സമാധാനം, അതല്ലെങ്കിൽ സമാധാനത്തിൻ്റെ ദൈവം, ദൈവം നൽകുന്ന സമാധാനം എന്നെല്ലാം നമുക്ക് അർത്ഥമാക്കാൻ പറ്റും. ഇനി ഈ വചനത്തിൻ്റെ വെളിപാടിനകത്തേക്ക് നമ്മൾ കടക്കുകയാണ്. മിദ്യാൻകാരുടെ ശല്യം മൂലം ഇസ്രായേൽക്കാർ വളരെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആ കഷ്ടപ്പെടുന്ന സമയത്ത് അബിയേസർ വംശജനായ ഒരു മനുഷ്യൻ, ആളുടെ പേര് ഇങ്ങനെയാണ്, ഗിദെയോൻ. ഗിദെയോൻ മിദ്യാൻകാര് ഇവരെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിക്കുക എന്ന് വെച്ചാൽ ഇവർ കൃഷി ചെയ്യും, എന്നാൽ മിദ്യാൻകാർ വിളവെല്ലാം കൊണ്ടുപോകും. അങ്ങനെ ആകെ ശല്യം മൂത്തിട്ട് ഗിദെയോൻ ഒരു ദിവസം ഒരു പരിപാടി ചെയ്യുകയാണ്. ഈ വിതച്ചിട്ട് കൊയ്തെടുത്ത നെല്ല് കൊണ്ടുപോയിട്ട് മുന്തിരി ചക്കിലിട്ട് അത് മെതിച്ചുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലാക്കിക്കോ, മുന്തിരി ചക്കിലിട്ട് നെല്ല് മെതിക്കുകയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൂരെ നിന്ന് അവർ കാണുമ്പോൾ, മിദ്യാൻകാർ കാണുമ്പോൾ അവർക്ക് ഇദ്ദേഹം നെല്ലുമായി ബന്ധപ്പെട്ട കാര്യം ചെയ്യുകയാണെന്ന് മനസ്സിലാകരുത്. അങ്ങനെ ഒളിച്ച് അത്രത്തോളം ഇസ്രായേൽക്കാർ മിദ്യാൻകാരെ ഭയന്നിരിക്കുന്ന സമയത്ത് ഈ ഒരു ജോലിക്കിടയിൽ കർത്താവിൻ്റെ ദൂതൻ ഗിദെയോൻ്റെ അടുത്ത് ഒരു മരച്ചൂട്ടിൽ പോയി ഇരിക്കുകയാണ്. അവിടെ ചെന്നിരുന്നിട്ട് ആളോട് പറയുന്നൊരു വാക്കുണ്ട്. ഇങ്ങനെയാണ് പറയുന്നത്: ശക്തനും ധീരനുമായ മനുഷ്യ, നിനക്ക് സമാധാനം. ഇത് കേട്ടപ്പോൾ പുള്ളിക്കാരനാകപ്പാടെ തളർന്നുപോയി ഗിദെയോൻ. കാരണം പുള്ളിക്കാരൻ തിരിച്ചു പറയുന്നൊരു വാക്ക് ഇതാണ്: ഞാൻ എൻ്റെ ഗോത്രത്തിലെ കുലത്തിലെ ഏറ്റവും ചെറിയ കുടുംബമാണ്, അതിനകത്ത് തന്നെ ഏറ്റവും ചെറിയവനാണ് ഞാൻ. എന്നെ നോക്കിയിട്ടാ അങ്ങ് പറയുന്നത് ശക്തനും ധീരനുമെന്ന്. അപ്പോൾ കർത്താവിൻ്റെ ദൂതൻ അദ്ദേഹത്തോട് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. നീ ഇസ്രായേൽ ജനത്തെ മോചിപ്പിക്കണം, വീണ്ടെടുക്കണം, അവർക്ക് വേണ്ടി യുദ്ധം ചെയ്യണം, അങ്ങനെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇവർ തമ്മിൽ വലിയ കോൺവെർസേഷൻ നടക്കുന്നുണ്ട്. നമുക്ക് വചനഭാഗം വായിച്ചു നോക്കുമ്പോൾ അറിയാൻ പറ്റും. ഈ കോൺവെർസേഷൻ കഴിയുമ്പോൾ ഇദ്ദേഹം ഗിദെയോൻ കർത്താവിൻ്റെ ദൂതനോട് പറയുന്നൊരു കാര്യമുണ്ട്: അങ്ങ് പോകല്ല, അങ്ങ് എന്നിൽ സംപ്രീതനാണെങ്കിൽ അങ്ങ് ഇവിടെ നിൽക്കുക, ഞാനിപ്പോൾ വരാം. ഇദ്ദേഹം നേരെ വീട്ടിൽ പോയിട്ട് ഒരാട്ടിൻകുട്ടിയെ പാകം ചെയ്യുന്നു. ഒരേഫ മാവെടുത്ത് പാകം ചെയ്ത് അപ്പമുണ്ടാക്കി, പുളിപ്പില്ലാത്ത മാവെടുത്ത് അപ്പമുണ്ടാക്കി ദൂതൻ്റെ മുമ്പിൽ കൊണ്ട് വെക്കുകയാണ്. അപ്പോൾ ദൂതൻ പറയും, അത് ആ പാറപ്പുറത്ത് വെക്കും, ഭക്ഷണം ആ പാറപ്പുറത്ത് വെക്കാൻ പറയും. കർത്താവിൻ്റെ ദൂതൻ കയ്യിലിരുന്ന വടി കൊണ്ട് അതിനെ സ്പർശിക്കുമ്പോൾ അത് തീ പടർന്ന്, സ്വർഗീയ അഗ്നി പടർന്ന് അത് ദഹിപ്പിക്കപ്പെടും. അതിനുശേഷം കർത്താവിൻ്റെ ദൂതൻ ഈ അഗ്നിയോടൊപ്പം തന്നെ കർത്താവിൻ്റെ ദൂതനും സ്വർഗത്തിലേക്ക് മറഞ്ഞു പോകും, പൊങ്ങിപ്പോകും. ഇത് കാണുമ്പോൾ ഇദ്ദേഹം എന്ത് ചെയ്യും? ഇത് കാണുമ്പോൾ നമ്മുടെ ഗിദെയോൻ ഭയത്തോടെ പറയും, ഓ, ഞാൻ കർത്താവിനെ കണ്ടു, എന്നിട്ടും ഞാൻ ജീവനോടിരിക്കുന്നവരെന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞത്. ഭയപ്പെട്ടിരിക്കുകയാണ്. ആ സമയത്ത് കർത്താവ് അദ്ദേഹത്തോട് പറയും, സമാധാനമായിരിക്കെ, നീ മരിക്കുകയില്ല. ഇത് കഴിയുമ്പോഴാണ് ഗിദെയോൻ ഒരു ബലിപീഠം പണിതിട്ട് ആ ബലിപീഠത്തിന് യാഹ്വേ ഷലോം എന്ന് പേരിടുന്നത്. അതായത് ദൈവം എൻ്റെ സമാധാനം. ആമേൻ. നിന്റെ പ്രതിസന്ധികളുടെ മധ്യേ, നീ തകർന്നിരിക്കുന്ന സമയത്ത്, നീ തീർന്നിരിക്കുന്ന സമയത്ത്, സമാധാനം നഷ്ടപ്പെട്ടിരിക്കുന്ന സമയത്ത്, മാനസികമായും ആത്മീകമായും ശാരീരികമായും ഉള്ള സകല സമാധാനവും നഷ്ടപ്പെട്ട് ഇനി എന്ത് ചെയ്യുമെന്നോർത്ത് ഇരിക്കുന്ന സമയത്ത്, ശത്രുക്കൾ നിനക്ക് ചുറ്റും പാളയമടിക്കുന്ന സമയത്ത്, നിന്റെ സമാധാനം തീർന്നിരിക്കുന്ന സമയത്ത് എൻ്റെ ദൈവം അതിൻ്റെ മധ്യത്തിൽ ഇറങ്ങി വരും. എന്തിനാണെന്നറിയാവോ? ഒരു സമാധാനം പകരാനായിട്ട്. യാഹ്വേ ഷലോമായവൻ, സമാധാനത്തിൻ്റെ കർത്താവാകുന്നവൻ, ആ സമാധാനത്തിൻ്റെ ദൈവമാകുന്ന എൻ്റെ ദൈവം നിന്റെ അടുത്തേക്ക് ഇറങ്ങി വരും. എന്നിട്ട് നിന്റെ സമാധാനത്തെ പുനഃസ്ഥാപിക്കും.
എങ്ങനെയെന്നറിയോ പുനഃസ്ഥാപിക്കുന്നത്? ഇതുവരെ നമ്മളിൽ ഉണ്ടായിരുന്ന ആ മാനുഷിക സമാധാനമല്ല അവൻ തരുന്നത്. ആ ദൈവം വന്നു കഴിഞ്ഞാൽ, ആ ദൈവം നിന്റെ അടുത്ത് വെളിപ്പെട്ട് കഴിഞ്ഞാൽ നിനക്ക് നൽകുന്നത് മാനുഷിക സമാധാനമല്ല, പ്രത്യുത ദൈവിക സമാധാനം. നിന്റെ സകല ധാരണകളെയും അതിലേക്കുന്ന ദൈവിക സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെ ഭരിക്കാൻ തുടങ്ങും. ആമേൻ. സകല ധാരണകളെയും അതിലേക്കുന്ന ദൈവിക സമാധാനം. കാരണം എൻ്റെ ദൈവം, ദ ഗോഡ് ഐ സർവ്, ഞാൻ സേവിക്കുന്ന ദൈവം, ഞാൻ പ്രഖ്യാപിക്കുന്ന ദൈവം, ഞാൻ പ്രസംഗിക്കുന്ന ദൈവം, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഇതേ ദൈവം, അവൻ സമാധാനത്തിൻ്റെ ദൈവമാണ്. അവൻ അസമാധാനത്തിൻ്റെ ദൈവമല്ല. എൻ്റെ ദൈവം കോലാഹലത്തിൻ്റെ ദൈവമല്ല. എൻ്റെ ദൈവം സമാധാനത്തിൻ്റെ ദൈവമാണ്. എൻ്റെ ദൈവം എവിടെയെങ്കിലും വന്നു കഴിഞ്ഞാൽ, ഏതെങ്കിലും ഒരു സമൂഹത്തിൽ എൻ്റെ ദൈവം വെളിപ്പെട്ട് കഴിഞ്ഞാൽ, ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ എൻ്റെ കർത്താവ് വെളിപ്പെട്ട് കഴിഞ്ഞാൽ, ഉറപ്പായും അവിടെ അസമാധാനം ഉണ്ടാവുകയില്ല, അവിടെ സമാധാനം വെളിപ്പെടും. കാരണം ഹി ഈസ് the God of peace. He is Yahweh Shalom. സമാധാനത്തിൻ്റെ കർത്താവ്. ആ സമാധാനത്തിൻ്റെ കർത്താവ് പ്രിയപ്പെട്ടവരെ ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടാൻ പോവുക. രോഗത്തിൽ, നീ അനുഭവിക്കുന്ന രോഗത്തിൽ ഇന്ന് ദൈവത്തിൻ്റെ സമാധാനം വെളിപ്പെടും. രോഗം മൂലം കഷ്ടപ്പെട്ട് ശരീരത്തിന് സമാധാനമല്ലാതെ തകർന്ന് ഇരിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾ അറിഞ്ഞോ, ദൈവം ഈ യാഹ്വേ ശലോമായവൻ നിന്റെ മേലേക്ക് വരുമ്പോൾ നിന്റെ ശരീരത്തിലേക്ക് ഒരു വലിയ ദൈവിക സമാധാനം കടന്നു വരും. ആ സമാധാനം നമ്മുടെ ശരീരത്തെ റീസ്റ്റോർ ചെയ്യും. മാനസികമായി സമാധാനമില്ലാതെ തകർന്നു കിടക്കുന്ന ഒരു വ്യക്തിയാണോ? ഭവനത്തിനകത്ത് അസമാധാനം നിറഞ്ഞു കിടക്കുകയാണോ? മനസ്സിനകത്ത് എപ്പോഴും ദുഃഖവും ആകുലതയും പരിഭവവും വിദ്വേഷവും ബുദ്ധിമുട്ടും അതുപോലെ തന്നെ അസമാധാനവും ഭയവും കിടക്കുകയാണോ? എൻ്റെ ദൈവമാകുന്നവൻ യാഹ്വേ ശലോം ഇന്ന് നിന്റെ ജീവിതത്തിൽ വെളിപ്പെട്ട് കഴിഞ്ഞാൽ ആ ദൈവിക സമാധാനം, അവൻ തരുന്ന സമാധാനം, മനുഷ്യൻ തരുന്നത് പോലെ അല്ല എൻ്റെ കർത്താവ് സമാധാനം തരുന്നത്. കർത്താവ് യേശു അങ്ങനെ തന്നെ പറഞ്ഞത്, മറ്റുള്ളവർ നൽകുന്നത് പോലെയല്ല ഞാൻ നൽകുന്നത്. അവൻ്റെ സമാധാനം എന്നേക്കും നിലനിൽക്കുന്നതാ. യാഹ്വേ ശലോം ആകുന്ന എൻ്റെ കർത്താവ് ഇന്ന് നിന്റെ ജീവിതത്തിൽ വെളിപ്പെട്ട് കഴിഞ്ഞാൽ നിന്റെ മാനസിക മേഖലയിലും ഒരു വലിയ സമാധാനം നിങ്ങൾ അനുഭവിക്കാനിടയാകും. ഇനി അടുത്തത്, ആത്മീയമായി പ്രാർത്ഥിക്കാൻ പറ്റാത്തൊരവസ്ഥയാണോ? അതുപോലെ തന്നെ പ്രാർത്ഥനയിലും മടുപ്പാണോ? പ്രാർത്ഥിക്കുമ്പോഴെല്ലാം അസ്വസ്ഥമാകുന്നുണ്ടോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആത്മീയമായി എൻ്റെ ദൈവം യാഹ്വേ ശലോമായവൻ സമാധാനം തരാൻ നിന്റെ അടുത്തുണ്ട്. എൻ്റെ ദൈവം നിങ്ങളിൽ നിന്ന് മാറിയിരിക്കുന്നവനല്ലെന്നേ, അവൻ ദൂരെ ഇരിക്കുന്ന ഒരു കർത്താവല്ല. ഏത് സാഹചര്യത്തിലായാലും നിന്റെ അടുത്തേക്ക് വന്ന് സമാധാനത്തെ പകരുന്ന ശലോമിൻ്റെ കർത്താവാകുന്നു യാഹ്വേ ശലോം. ആ ദൈവം ഇന്ന് നിങ്ങളുടെ സമാധാനത്തെ പുനഃസ്ഥാപിക്കുന്ന സമയമാണ്. എന്നെ നിങ്ങൾ കേൾക്കുന്ന ഈ സമയങ്ങളിൽ, എന്നെ കേൾക്കുന്ന നിങ്ങളും നിങ്ങളോട് സംസാരിക്കുന്ന ഞാനും ഇന്ന് യാഹ്വേ ശലോമാകുന്ന ദൈവത്തിൻ്റെ വെളിപാടിനാലും ആ ദൈവത്തിൻ്റെ സമാധാനത്താലും നിറയുന്ന സമയമാണിത്. ഒരു കാര്യം കൂടെ മനസ്സിലാക്കിക്കോളൂ, ഈ സമാധാനം എങ്ങനെയാണ് വെളിപ്പെട്ടത്? സമാധാന പ്രഭുവായവൻ എങ്ങനെയാണ് നമുക്ക് ഈ സമാധാനം തരുന്നത്? ഒറ്റ കാര്യത്തിലൂടെ മാത്രമാണ്. അവൻ തൻ്റെ കുരിശിലെ ബലിയിലൂടെ ദൈവവും മനുഷ്യനും തമ്മിലുള്ള അകൽച്ചയെ അവനെടുത്ത് മാറ്റിയിട്ട് കർത്താവായ യേശുവിൻ്റെ കുരിശിലെ ബലിയിലൂടെ അവൻ സമാധാനം പുനഃസ്ഥാപിക്കുകയാണ് ചെയ്തത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പാപം മൂലം ദൈവത്തിൽ നിന്ന് അകന്ന് ദൈവവുമായിട്ട് ഭിന്നതയിലായിരുന്ന ദൈവ മക്കളെ കർത്താവായ യേശു ക്രിസ്തു തൻ്റെ നിത്യ ഉടമ്പടിയുടെ സമാധാന ബലി അർപ്പിച്ചുകൊണ്ട് ദൈവവുമായി നമ്മളെ രമ്യതയിലാക്കി, അതായത് ദൈവവുമായി നമ്മളെ സമാധാനത്തിലാക്കി. അങ്ങനെ സമാധാനത്തിൻ്റെ മധ്യസ്ഥനാകുന്ന, സമാധാനത്തിൻ്റെ ഉടമ്പടി വെച്ചവനാകുന്ന കർത്താവായ യേശുവാകുന്നു ഈ സമാധാനത്തെ നിങ്ങളിലേക്ക് കൊണ്ടുവരുന്നത്. മറ്റു ഒരുവനുമല്ല, മറ്റാരുമല്ല, മറ്റൊരു ദൈവ സങ്കല്പവുമില്ല, മറ്റ് ആർക്കും ഈ സമാധാനം തരാൻ പറ്റത്തുമില്ല. നിങ്ങൾ അന്യദേവന്മാരുടെ പിന്നാലെ ചിലപ്പോൾ നിങ്ങൾക്ക് സമാധാനത്തിന് വേണ്ടി ഓടിയിട്ടുണ്ടാകുമായിരിക്കാം. കിട്ടത്തില്ലെന്ന്, ഒരിക്കലും കിട്ടത്തില്ല. അവരുടെ കാര്യസാധ്യത്തിന് വേണ്ടി നിങ്ങളുടെ പൈസ ചിലപ്പോൾ സ്വീകരിക്കുമായിരിക്കാം. പക്ഷെ ആ ദേവന്മാർക്ക്, ദൈവസങ്കല്പങ്ങൾക്ക് ഒരിക്കലും ഒരു പരിപൂർണമായ സമാധാനം തരാൻ പറ്റത്തില്ല. കാരണം എൻ്റെ ദൈവത്തിനകത്ത് മാത്രമാണ് യഥാർത്ഥ സമാധാനം ഇരിക്കുന്നത്. രണ്ടാമത്, വ്യക്തികളുടെ അടുത്ത് ചിലപ്പോൾ നിങ്ങൾ സമാധാനം അന്വേഷിച്ച് പോയിട്ടുണ്ടാകുമായിരിക്കാം. 100% കിട്ടത്തില്ല. കാരണം ഒരു മനുഷ്യന് പരിപൂർണമായി മറ്റൊരു മനുഷ്യന് സമാധാനം നൽകാൻ സാധിക്കുകയില്ല. കാരണം മനുഷ്യൻ്റെ നേച്ചർ തന്നെ, അവൻ്റെ സ്വാഭാവിക സ്വഭാവത്തിനകത്ത് തന്നെ അസമാധാനം എന്നൊരു തിന്മ കിടപ്പുണ്ടെന്നേ. അതുകൊണ്ട് ഒരു മനുഷ്യന് നിങ്ങൾക്ക് സമാധാനം തരാൻ പറ്റത്തില്ല. പക്ഷേ എൻ്റെ ദൈവം, ഞാൻ സേവിക്കുന്ന കർത്താവ്, ഞാൻ നിങ്ങളോട് പ്രസംഗിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു, ആ യാഹ്വേ ശലോമായവൻ, സമാധാനത്തിൻ്റെ രാജാവായവൻ, അവൻ നിന്റെ ജീവിതത്തിൽ വെളിപ്പെട്ട് കഴിഞ്ഞാൽ മറ്റാർക്കും നൽകാൻ പറ്റാത്ത സമാധാനം നിങ്ങളുടെ ജീവിതത്തിൽ തരും. ആരൊക്കെ ആ സമാധാനം എടുത്ത് മാറ്റാൻ നോക്കിയാലും അത് പോകത്തുമില്ല. കാരണം എൻ്റെ ദൈവം നിന്റെ അടുത്തേക്ക് വന്നിട്ട് നിന്നെ വിട്ടുപോകാനല്ല. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ദൈവം നിന്റെ അടുത്തുള്ളത് കൊണ്ട് തന്നെ അവൻ നൽകുന്ന സമാധാനവും നിത്യമായി നിലനിൽക്കും, മാറ്റപ്പെടത്തില്ല. ആരൊക്കെ മാറ്റാൻ ശ്രമിച്ചാലും മാറ്റപ്പെടത്തില്ല. പ്രിയപ്പെട്ടവരെ, ഇതെൻ്റെ ജീവിതത്തിൻ്റെ സാക്ഷ്യമാണ്. എൻ്റെ ജീവിതത്തിനകത്ത് പലപ്പോഴും തകർച്ചകളുണ്ടായപ്പോൾ, വീഴ്ചകൾ സംഭവിച്ചപ്പോൾ, തീർന്നു പോകുമെന്ന് വിചാരിച്ചപ്പോൾ, എൻ്റെ സമാധാനം തീരുമെന്ന് ഞാൻ വിചാരിച്ച ഇടങ്ങളിലെല്ലാം ആ സമാധാന പ്രഭു ആകുന്നവൻ യാഹ്വേ ശലോമായവൻ എൻ്റെ സമാധാനത്തെ റീസ്റ്റോർ ചെയ്യുകയും എന്നെ കംഫർട്ട് ചെയ്യുകയും ചെയ്തു എന്ന ഉറപ്പുള്ളത് കൊണ്ട്
ആ ഒരു യഥാർത്ഥ ബോധ്യം എനിക്കുള്ളത് കൊണ്ടാണ്, അവൻ എന്നെ എൻ്റെ സമാധാനത്തെ റീസ്റ്റോർ ചെയ്തത് കൊണ്ടാണ് എനിക്ക് ഇത്ര ധൈര്യപൂർവ്വം ഇത്ര ഉറപ്പോടെ എനിക്ക് നിങ്ങളോട് പറയാൻ പറ്റുന്നത് എൻ്റെ ദൈവം നൽകുന്ന സമാധാനം നിത്യമാണ്. അതെടുത്ത് മാറ്റപ്പെടുകയില്ല. എൻ്റെ കർത്താവ് നിങ്ങൾക്ക് നൽകുന്ന സമാധാനം ഒരാൾക്കും എടുത്തു മാറ്റാൻ പറ്റില്ല. അവൻ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് തൻ്റെ സമാധാനം പകരാനട്ട. ആ സമാധാനത്തിനകത്ത് സകലതുമുണ്ട്. ഈ യാഹ്വേ ശലോം ആകുന്ന എൻ്റെ കർത്താവായ യേശുവിനെ പറ്റിയുള്ള പരിപൂർണ ജ്ഞാനത്തിലേക്കും വെളിപാടിലേക്കും നിങ്ങൾ വളരാൻ കർത്താവ് ഇടയാക്കട്ടെ. അതിലൂടെ ലഭിക്കുന്ന ദൈവിക നന്മകൾ നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടട്ടെ. മറ്റാർക്കും എടുത്തു മാറ്റാനാകാത്ത ദൈവിക സമാധാനം, നിങ്ങളുടെ സകല ധാരണകളെ മതിലംഘിക്കുന്ന ദൈവിക സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെ ഭരിക്കട്ടെ, നിങ്ങളുടെ ചിന്തകളെ നവീകരിക്കട്ടെ, നിങ്ങളുടെ മനസ്സിലേക്ക് വലിയ ദൈവിക സമാധാനം ഈ നിമിഷം വ്യാപരിക്കട്ടെ. ആത്മാവിൽ ദൈവിക സമാധാനം നിറയട്ടെ, ശരീരത്തിൽ കർത്താവിൻ്റെ സമാധാനം നിറയട്ടെ. ആ സമാധാനത്തിൽ നിലനിന്നുകൊണ്ട് മറ്റുള്ളവരിലേക്കും ആ സമാധാനം പകരുന്നവരായി നമുക്ക് മാറ്റപ്പെടാം. കർത്താവായ യേശു അതിനായി നിങ്ങളെ ഉപയോഗിക്കട്ടെ. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മുന്നിൽ നിറഞ്ഞിരിക്കട്ടെ. കർത്താവായ യേശുവിൻ്റെ കരം നമ്മളോട് കൂടെ ഇരുന്ന് നിത്യം നമ്മൾ അനുഗ്രഹിക്കുമാറാകട്ടെ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം കൂടെ ഞാൻ പറയുന്നു. ഈ തിരുവചന ശുശ്രൂഷ നിങ്ങൾക്കൊരു അനുഗ്രഹമായെങ്കിൽ, ഇത് മറ്റുള്ളവർക്കൊരു അനുഗ്രഹമാകുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഈ വചനം നിങ്ങൾ മറ്റുള്ളവർക്കും പകർന്നു കൊടുക്കുക. അങ്ങനെ കർത്താവിൻ്റെ സുവിശേഷ വേലയിൽ നമുക്കും പങ്കാളികളാകാം. അങ്ങനെ ദൈവത്തിൻ്റെ സുവിശേഷ വേല ചെയ്യുന്നതിലൂടെയുള്ള ദൈവിക നന്മകളും അനുഗ്രഹവും നമുക്ക് പ്രാപിക്കാം. അങ്ങനെ കർത്താവിൻ്റെ വേലക്കാരായി മാറ്റപ്പെടാം. സമാധാന പ്രഭുവിനെ പകർന്നു കൊടുത്തുകൊണ്ട് സമാധാനത്തിൻ്റെ വക്താക്കളായി നമുക്ക് മാറ്റപ്പെടാം. കർത്താവിൻ്റെ കാര്യം നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ.